ക്രിസ്തുദേവന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ തിരുവത്താഴ ദിവ്യബലിയും കാൽകഴുകൽ ശുശ്രൂഷ ചടങ്ങും നടക്കും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടക്കുന്ന ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ്. കിരൺ, ഇന്നിപ്പോൾ പെസഹ വ്യാഴമാണ്. ദേവാലയങ്ങളിൽ തിരുവത്താഴ ദിവ്യബലിയും കാൽകഴുകൽ ശുശ്രൂഷ ചടങ്ങുകളുമൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മായ, ക്രിസ്തുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് വിവിധ സഭകളുടെ നേതൃത്വത്തിലെല്ലാം തന്നെ ഈ പെസഹ ആചരണം ഇന്ന് നടക്കുന്നുണ്ട്. കൊച്ചിയിൽ സീറോ മലബാർ ആസ്ഥാനത്താണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. സഭ ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടയിലാണ് ഈ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഇന്ന് രാവിലെ 7 മണി മുതലാണ് ഈ ചടങ്ങ് ആരംഭിച്ചത്. ഈ ചടങ്ങ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതിനോടൊപ്പം തന്നെ വൈകിട്ട് തിരുവത്താഴ ദിവ്യബലിയും കാലുകഴുകൽ ശുശ്രൂഷയും നടക്കും. യേശുക്രിസ്തു കുരിശുമരണം വരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയ ചടങ്ങിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ കാൽകഴുകൽ ചടങ്ങടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ അന്ത്യ അത്താഴത്തിന്റെയും കൂടാതെ തന്നെ ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ അടക്കമുള്ള സ്മരണകൾ പുതുക്കിക്കൊണ്ട് തന്നെയാണ് ഏതായാലും ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നത്. മായ, കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്ന് പെസഹ വ്യാഴമാണ്. ക്രിസ്തുദേവന്റെ അന്ത്യത്താഴത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ഇന്ന് പെസഹ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ തിരുവത്താഴ ദിവ്യബലിയും കാൽകഴുകൽ ശുശ്രൂഷ ചടങ്ങും നടക്കും. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടക്കുന്ന ശുശ്രൂഷകളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയാണ് ഇപ്പോൾ. നമുക്ക്